ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കാണിക്കുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ഓയിലോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ വേവിച്ചെടുക്കുന്നതാണ്. അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നു പോകരുതേ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതാ ഗീയും അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇന്നലെ അലീസക്ക് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നെയ്യാണിത്. 6 kg നെയ്യ് എന്ന് പറയുന്നത് പശു നെയ്യില്ല, അതാണത്. ഞാനിവിടെ മറായിൻ്റെ അല്ലെങ്കിൽ ഫാമിൻ്റെ ഒക്കെ നെയ്യാണ് ഉപയോഗിക്കൽ. അപ്പോൾ ആ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ, 1-2 ടേബിൾ സ്പൂൺ മതി. ബാക്കി ഞാൻ അതിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായി എന്ന് കഴിഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഞാനിവിടെ ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെയാണ് ഇട്ടത്. പിന്നെ അത് 1.5 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഓയിൽ, ഓയിലല്ല, ഗീ നമ്മൾ ആ ഒരു തേങ്ങയിലൊക്കെ മൊത്തത്തിലൊന്ന് സ്പ്രെഡായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് തേങ്ങ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അത് ചൂടാകണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരെ മധുരത്തിൻ്റെ കണക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2-3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് അങ്ങ് ഇതായി പോകരുത്. ഇതിലിട്ട തേങ്ങ അങ്ങ് കളർ മാറണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ അത് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തെന്ന് പറയുന്നത് കുറച്ച് നന്നായിട്ട് പഴുത്ത പഴമാണ് ഞാൻ എടുത്തോട്ടെ. തൊലി കറുത്തിട്ടുള്ള പഴമില്ലേ, നമ്മൾ ലാസ്റ്റ് ഇതെന്താ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്ന പഴംപൊരിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, എണ്ണ കുടിച്ചു പോകും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു 3-4 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ടൈപ്പുള്ള പഴമാണ്, നേന്ത്രപ്പഴം. അപ്പോൾ ആ നന്നായിട്ട് പഴുത്തിട്ടുള്ള ആ ഒരു പഴത മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഡയറക്റ്റ് അടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് കൊടുക്കാം കേട്ടോ. അതും നല്ല തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ട് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല. പിന്നെ അതാ ഒരു നുള്ളു ഉപ്പ്, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ 2 മുട്ടയാണ് കേട്ടോ. 2 മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഒരു 1/2 കപ്പ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ടങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാലും നല്ല കട്ടിയായി പോകാനും പാടില്ല. ആ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടിയത്. ഇനി ഇത് നന്നായിട്ട് ഇത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. ഇപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണ്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഒരു 1/4 ടീസ്പൂൺ അല്ല ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി കേട്ടോ. അതിന് മുഴുവനായിട്ട് വേണ്ട. നെയ്യ്, ആ നെയ്യ് ഒന്നിട്ട് കൊടുത്തിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നെയ്യ് അങ്ങനെ നിർബന്ധമുള്ള സാധനമല്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു പാത്രത്തിൻ്റെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. കുറച്ച് മതിയിട്ട് നെയ്യ്, ഒരു 1/4 ടീസ്പൂൺ അല്ല, ഇതന്നെ ബാക്കി ഉണ്ടാവും. ഇതങ്ങ് വലിച്ചെടുക്കൊന്നുമില്ല. ഇനിയിപ്പോൾ അതാ അത് നമ്മൾ ആ ഒരു അടിച്ചു വെച്ച ബാറ്ററിൻ്റെ പകുതിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തീ എപ്പോഴും ശ്രദ്ധിക്കണം, ഭയങ്കര നേരെ തീ ഉണ്ടാവാൻ പാടുള്ളൂ. പേടിയുണ്ടെങ്കിൽ അടിയിലൊരു പാൻ വെച്ച് കൊടുക്കൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കവർ ചെയ്തിട്ട് 2-3 മിനിറ്റ് നേരം വേവട്ടെ. ഇപ്പോൾ അതൊരു 3 മിനിറ്റിന് ശേഷമാണ് ഇട്ടത്. അത്രയും ചെറിയ തീയാണ് ഞാൻ ആക്കി വെച്ചത്. ഇപ്പോൾ അത് ഉറച്ചിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് അടിഭാഗം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഫില്ലിങ് നല്ലോണം നിറച്ചങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ സ്പ്രെഡായിട്ട് ഈക്വലായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നിറഞ്ഞാണ്, സ്പ്രെഡായി വന്നതാണ്. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, ഞാനത് അവിടെ മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പം ബാക്കിയുള്ള ബാറ്റർ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഒഴിക്കുന്ന നേരം ശ്രദ്ധിക്കുക, ആ ഒരു തേങ്ങ മേലെ കാണാത്ത രീതിയിൽ എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡാകുന്ന രീതിയിൽ ആ ഒരു തേങ്ങ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു ഓരോ ഭാഗവും മൂലയെല്ലാം ശ്രദ്ധിച്ചിട്ട് എല്ലാം ആ തേങ്ങ മൊത്തത്തിലൊന്ന് കവറാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ പച്ച പഴം ഇങ്ങനെ തന്നെ അരച്ചതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയിട്ട് അരച്ചെടുത്താൽ അതൊന്നും കൂടെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിത് നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ടാണ് പിന്നെ പുഴുങ്ങാൻ നിൽക്കാണ്ടിരുന്നത്. പുഴുങ്ങിയാലും ഒന്നും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്ത് ഞാൻ ആ ബാറ്റർ മൊത്തത്തിൽ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു തേങ്ങ കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ കവർ ചെയ്തതിന് ശേഷം ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട്, എനിക്കിവിടെ ഒരു 1/2 മണിക്കൂറാണ് ടൈം എടുത്തത് കേട്ടോ. അത് സെറ്റായി വരാൻ വേണ്ടി 1/2 മണിക്കൂർ. അപ്പോൾ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ചെമ്പ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കായൻ്റെ അട ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു നെയ്യ് മേലെ ഊറി നിൽക്കുന്നത്. നമ്മൾ ആ ഒഴിച്ച നെയ്യ് പോലും ഇത് വലിച്ചെടുക്കുക ഒന്നും ചെയ്യൂല. അത് നമുക്ക് വേറെ തന്നെ അതിലങ്ങ് മാറി നിന്നോളും. ഇനിയിപ്പോൾ അത് വെന്തോണം എന്നുള്ളത് അറിയാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് ഈ ഒരു അട, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അതൊന്ന് ചൂടാറാൻ വേണ്ടി ഇനി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ.
ഇപ്പോൾ അത് ചൂടാറിയതിൻ്റെ ശേഷം അത് കണ്ട പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരും. നമ്മളിത് ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യണ്ട, താനേ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി വരും. പിന്നെ അത് എടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മുറിഞ്ഞു പോകും. ഭയങ്കര സോഫ്റ്റാണ്, നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പോലും പറ്റില്ല, അത്രയും വായിലിട്ടാൽ അലിഞ്ഞു പോകാന്നുള്ളതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടത്. ഞാനതൊരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിനൊന്ന് മറിച്ചിടുന്നുണ്ട്. നമുക്കിത് വിളമ്പാൻ വേണ്ടിയിട്ട് ഒന്ന് പാളിപ്പോയിട്ടോ, ജസ്റ്റ് ഒന്ന് പുറത്തേക്കായി പോയിട്ടുണ്ട്. ഇനിയിപ്പം പ്രശ്നമില്ല, ഇനി പ്രശ്നമില്ല എന്ന് പറയലേ നിവൃത്തിയുള്ളൂ. തുണി മറിഞ്ഞാൽ പിന്നെ പുറമാണ് നല്ലത്. ഇപ്പോൾ ദാ ഞാനത് തിരിച്ച് അതിൻ്റെ മേൽഭാഗം കാണുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പാളിച്ച പറ്റിപ്പോയതാണ്, ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രയും സോഫ്റ്റ് ആണിത്. എന്താ പറയുക, കൈ കൊണ്ട് എടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോകും, അങ്ങനെ അലിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഐറ്റാണിത്. അടിപൊളി ടേസ്റ്റിയാണ്, നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ നോമ്പ് തുറക്ക് എല്ലാം എരിവല്ലല്ലോ ഉണ്ടാക്കുക, ഒരു തരം നമ്മൾ മധുരം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊരു നല്ല ഒരു ഇതാണല്ലോ, ചെറിയൊരു മധുരം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ പഴമാണല്ലോ, പഴവും മുട്ടയും തേങ്ങയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ തന്നെയാണ്. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉന്നക്കായൻ്റെ അടയാണ് ഇട്ടത്. അടിഭാഗമൊക്കെ കണ്ടില്ല, ഉള്ളിൽ കണ്ടോ, നല്ല ആ ഒരു ഫില്ലിങ്ങോട് കൂടിയുള്ള നല്ല അടിപൊളിയാണ് ഇട്ടത്. അപ്പോൾ അത് പഴം പുഴുങ്ങിയിട്ടോ പുഴുങ്ങാണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങളിഷ്ടം. പുഴുങ്ങി അരക്കണമെങ്കിൽ വല്ലാണ്ട് അങ്ങ് അധികം പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഴുങ്ങി അരച്ചോട്ടോ. ഇത് ഓവറായിട്ട് പഴുത്ത പഴമായതുകൊണ്ടാണ് ഞാൻ പുഴുങ്ങാണ്ട് അരച്ചെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ, നമ്മളെ മലബാറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഉന്നക്കായ അട എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.